ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മിന്നൂസ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കി മക്കളെ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുവരുത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള വെച്ചിട്ടാണല്ലോ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തിക്കുകയാണെങ്കിൽ അത് കണ്ട് നമുക്ക് വായിച്ചാൽ സന്തോഷമാണ് മക്കളെ. അതിന് മറുപടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതല്ലേ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ടല്ലോ അപ്പോൾ ഞാനില്ലേ. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യലും ലൈക്ക് ചെയ്യലും ഒന്നുമില്ലൊക്കെ കുറവാണ് കേട്ടോ. നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തിരക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അവർക്ക് എന്തോ ബിസി അങ്ങനെ ആയിരിക്കൂലേ. എന്തായാലും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരികയാണ്ടി വന്നിട്ട് വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാണ്ട്. കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർ കാണണം കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. തുടർന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് നിൽക്കുന്നത്. പക്ഷേ രാവിലെ ചായ കുടിച്ച് വരെയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നത്. ഭൂരിയും ചായയൊക്കെ കുടിച്ചിങ്ങനെ പാത്രങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതായാലും ഒഴിക്കുമ്പോൾ എടുത്ത് കൊണ്ടക്കല്ലോ എന്ന് വിചാരിച്ചോ. പിന്നെ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് ഒഴിച്ച് നന്നാക്കി വെക്കട്ടെ, ചൂരെടുത്ത് അങ്ങനെ അടിച്ചാലും തുടച്ചിടട്ടെ. അന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചൊക്കെ ഉണ്ടായിട്ടോ. മൂലക്കൽ നെക്സ്റ്റ് പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നില്ലല്ലോ. ഒക്കെ ആ സൈഡിലവിടെ വെച്ചിരുന്നു. കവറിൽ നിന്ന് മാറ്റിയൊക്കെ എടുത്തൊക്കെ ഒന്നും ചെയ്തില്ല. ഒക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ പെട്ടിയിലേക്ക് വാരിയിടേ സഞ്ചിയിൽ നല്ലോണം ആക്കിയൊക്കെ ചെയ്യണേ. അൾമാറില്ലാത്ത നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മടക്കിയൊക്കെ എടുത്തേക്കാൻ സ്ഥലമില്ലല്ലോ. ഞങ്ങൾ വീട് മാറിപ്പോന്നപ്പോൾ രണ്ട് അൾമാറുണ്ട്. രണ്ടും പൊളിഞ്ഞു എനിക്കോട്ട് പിന്നെ ഇങ്ങോട്ട് കയറ്റിയില്ല കേട്ടോ. അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് കാര്യമല്ലെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയാണ്. പിന്നെ ഇവിടെയൊക്കെ അൾമാറ വാങ്ങിയിട്ടില്ല. ആവശ്യമില്ലല്ലോ ഇവിടെ. നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനും പറ്റൂല. പിന്നെ അവിടെ ഇട്ട് പോകുമ്പോഴേക്കാണ് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ വെറുതെ ബേജാറിന് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് വാങ്ങിയില്ല. പിന്നെ വെട്ടിയും സഞ്ചിയും ബക്കറ്റും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലെ കേട്ടോ. ഗൾഫ് ജീവിതം അങ്ങനെയൊക്കെയാണ് മക്കൾ. നമ്മൾ പുരയിലൊക്കെ ആർഭാടാക്കിയല്ലോ ഉസാറിൽ ജീവിക്കലുണ്ടല്ലോ. ആർഭാടം നല്ല കേട്ടോ. പല അത്യാവശ്യം എല്ലാ സൗകര്യവും എല്ലാവരുടെ പുരയിലും ഉണ്ടാകുമല്ലോ. ഇവിടെ വന്ന് കാണാൻ സൗകര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ സൗകര്യത്തിലൊന്നല്ല ജീവിക്കുന്നത്. പിന്നെ വീടൊക്കെ വലിപ്പമുണ്ട്. അല്ലാണ്ട് എല്ലാ സൗകര്യവും ഒന്നാക്കി ഇങ്ങനെ സെറ്റപ്പ് ആക്കിയൊന്നുമല്ല. കൂടുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. കുറേ ഉണ്ടായി തിരുമ്പിയൊക്കെ ഒന്ന് മടക്കി വെക്കാനൊക്കെ പെട്ടിയിലും കൊട്ടയിലും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ടിടുക ചെയ്യുക. ആദ്യം കസാലയിലും കട്ടുമ്മലൊക്കെ അതിന് വെക്കല്. ഇപ്പം ഞാൻ ഒന്ന് അതിനായിട്ട് മാറ്റി വെച്ചാട്ടോ തിരുമ്പിയെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. പിന്നെ മടക്കി വേറെ ഒന്നിലേക്ക് വെക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ എല്ലാം കൂടി നിലത്ത് ഇങ്ങനെ കട്ടമ്പലക്ക് വെച്ചാണ്. എന്നിട്ടൊന്നാണ് പൊടിയൊക്കെ തട്ടി ഒന്ന് അടിച്ചരിത്ത് കൊടുക്കാനേന്ന് വിചാരിച്ചിട്ട്. ചൂലുകൊണ്ടൊക്കെ എത്തുന്നിടത്തൊക്കെ മണ്ണാച്ചൻ വലയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തട്ടി എടുത്തിക്കുന്നത്. ഇതൊന്ന് അടിച്ചരി തുടച്ചിട്ട് വേണം കുളിച്ചും കാനം വന്നിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ. സാധാരണ രാവിലെ തന്നെ കുളിയാൻ കയ്യിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ അടിച്ചരിയും തുടക്കുകയും ചെയ്യാണ്ട് ഇങ്ങോട്ട് കുളിക്കാണ്ടെന്നാ കേട്ടോ. കുളിച്ചും കാനം നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ ഒരു വൃത്തിയേടല്ലേ. അടിച്ചാൽ കുഴപ്പമില്ല. തുടക്കാൻ നിൽക്കുകയാണെങ്കിൽ വൃത്തിയേടാണല്ലോ. ഇങ്ങനത്തെ പണിയൊക്കെ അധികവും ഞാൻ രാത്രിയാണ് കേട്ടോ എടുക്കൽ. ഇന്നിപ്പോൾ രാത്രിയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഏട്ടെങ്കിലും ഒന്ന് ഇറങ്ങിക്കുകയാണെങ്കിൽ അതവിടെ ബാക്കിയൊക്കെ എടുക്കും. ഒരു മനസ്സും കൊണ്ട് വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ നിന്നില്ലേ പിന്നെ അത് മൂലയിൽ ആൾക്ക് എടുക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ഇടക്കി പെറുക്കി വെച്ച് ഇങ്ങനെ അടിച്ചാൽ തുടച്ചിട്ട് വൃത്തിയാണല്ലോ. അതൊക്കെ ഉപ്പച്ചി ഉച്ചക്കും രാത്രിയും വരുന്നേരം മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്ന കവറാട്ടോ. ഓല കവർ ഊരിങ്ങാനും എല്ലാട്ടോ കേട്ടോ. പിന്നെ കാറ്റിന് കട്ടിന് ചുട്ടിലും അടുക്കും പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വേസ്റ്റും കൊട്ട് നമ്മുടെ റൂമിൻ്റെ അകത്തുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ. നമുക്ക് എല്ലാ വേസ്റ്റുകളും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിച്ചാൽ മതിയല്ലോ. ഈ കൊട്ടൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വിരിച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ കവറോട് എടുത്ത് പുറത്തേക്ക് ഇട്ടുകയും ചെയ്യാം. എന്നാൽ പിന്നെ വേറെ കവർ ഇട്ട് കൊടുത്താലും മതിയല്ലോ. കഴുകാനും മൂറാനും പോയി എടുക്കേണ്ട. പിന്നെ മക്കളൊന്നുമില്ലടുത്ത് മക്കൾ കൊട്ടയിലൊന്നും ഇല്ല കേട്ടോ. അടയും വഴിയൊക്കെ ഇട്ടേച്ചേക്കും. ഇവിടുത്തെ നിങ്ങൾ കണ്ടില്ലേ കവർ ഓല് എന്തെങ്കിലും തിന്നോ കുടിക്കുന്നോ അടയും വഴി ഇട്ടേക്കുക ചെയ്യുക. നമ്മൾ തന്നെ ആകുമ്പോൾ നമ്മളെ കൊട്ടയിലേക്ക് ഇടുകയല്ലോ. ചില സമയത്തൊക്കെ ഓലും കൊട്ടയിലും ഇട്ടോ. പിന്നെ കളീൻ്റെ ശ്രദ്ധയിലൊക്കെ ആ കൊട്ടയൊക്കെ ഓരോട് മറന്നുമല്ലോ. അന്നപ്പോൾ അടയും പിടിയൊക്കെ അങ്ങ് ആയിപ്പോല്ലേ. എന്തോ തിന്നാൻ കിട്ടുമ്പോൾ അതും അങ്ങ് മറന്നു. അന്നപ്പോൾ കാണാൻ അടയും പിടിയൊക്കെ അങ്ങ് ആയിപ്പോലെ. ചൂരുമലൊക്കെ നല്ലോണം മുടിയും കിട്ടുന്നുണ്ട്. അടിച്ചു കയറുമ്പോൾ നല്ലോണം മുടി കൊയ്യുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം തലയിൽ പാർന്നിക്കാണെങ്കിൽ തന്നെ മുടി കൊയ്ച്ചിൽ തുടങ്ങും. നാട്ടിലെത്തിക്കാണ് ആ മുടി കൊയ്ച്ചിൽ നിൽക്കുകയും ചെയ്യട്ടോ. ഞാനൊന്നല്ലെങ്കിൽ ചൂടുള്ള വെള്ളം തലയിൽ പാരലുമില്ല. ഞാൻ വെള്ളം തണുപ്പിച്ചിട്ടേ പാരും. അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു ബക്കറ്റിലേക്ക് വെള്ളം വെച്ചിട്ട് അത് ഐസാക്കി എടുക്കും. എന്നിട്ട് കുളിക്കുന്ന ബക്കറ്റിൽ വെള്ളത്തിൽ കിട്ടുക ചെയ്യുക ഐസ്. അതല്ലെങ്കിൽ ഇപ്പം ചെയ്യില്ല. ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് റൂമിൽ വെക്കുക ചെയ്യുക. റൂമിൽ വെച്ചിരിക്കുകയാണെങ്കിൽ എ സിയും ഫാനും ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ തണുക്കല്ലോ. ഇനി പകലുന്നില്ല മക്കൾ. അന്തിക്കാണെങ്കിലും പാതിരിക്കാണെങ്കിലും ഒക്കെ പൈപ്പ് പറഞ്ഞാൽ ചൂടുവെള്ളം തന്നെ വരിക. പിന്നെ പകലുള്ള അത്ര ചൂടുണ്ടാവില്ല എന്നുള്ളൂ. എന്നാലും ചൂടുവെള്ളം തന്നെ കേട്ടോ വരിക. ആ തലയിൽ പാരുമ്പോൾ നമുക്കൊരു ഗതികേടാണ്. ഈ ചൂടിന് ചൂടുവെള്ളത്തിൽ കുളിക്കുകയോട് ചെയ്തിട്ടാണെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കി. പിന്നെ കുളിച്ചും ഞാൻ എ സിയിൽ വന്ന് കുത്തിരിക്കുകയും കിടക്കുകയും ചെയ്യുന്നതിനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്നതൊക്കെ കിച്ചണിൽ പോകേണ്ടി വല്ലല്ലേ. എന്നാൽ പിന്നെ എ സി വന്ന് കുത്തിരിക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ. ടൈം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ കുത്തിരിക്കലും കിടക്കലൊക്കെ ഉണ്ടാവുന്നില്ല എന്നല്ല. എന്നാലും കിച്ചണിലൊക്കെ പോവുകയും വേണ്ടേ. അങ്ങനെ നമ്മൾ അടിച്ചാലൊക്കെ കഴിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. തുടക്കുന്നതിന് മുമ്പ് ഈ വേസ്റ്റും കൊട്ടയുള്ള കവറൊന്ന് മാറ്റിയിട്ട് വേറെ കവർ ഇട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ അടുത്ത വേസ്റ്റൊക്കെ അതിലൊക്കെ ഇടാമല്ലോ. അത് ഫുള്ളാകുകയാണ്. തീറ്റാ കീസ് കവറിന് നമ്മുടെ ഒരു ക്ഷാമമില്ല കേട്ടോ. നമ്മൾ നെസ്റ്റോയിലോ ലുലുവൊക്കെ പോയിക്കാൻ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ 3 സാധനം 4 സാധനമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 2-3 കവറൊക്കെ തരുമല്ലോ. 2 സാധനമൊക്കെ ഒരു കവറിലൊക്കെ ഇട്ട് തരിക. നമുക്ക് കുറേ കീസ് കവർ ഉണ്ടാവില്ല. അങ്ങനെ ശേഖരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വേസ്റ്റും കൊട്ട ഇട്ട് കൊടുത്താൽ. നമ്മളെ നാട്ടിൽ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചോണോ ഇവിടെയും പ്ലാസ്റ്റിക്കൊക്കെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നേക്കുന്നു കേട്ടോ. ഇന്നലത്തെ ന്യൂസിലൊക്കെ കണ്ടിരിക്കുന്നു.
തൊടുക്കലും തിരുമ്പലും കുളിക്കലോ കഴിഞ്ഞെങ്ങാനും വന്നതാണ്. ഇനി ഇതൊക്കെ ഒന്ന് പാകാനാക്കി വെച്ചാലേ സമാധാനം ഉണ്ടാവും. ഒന്നായിട്ട് കണ്ടിട്ട് ഒരു ബേജാറാകുന്നില്ല. അത്രയ്ക്ക് ഉണ്ടല്ലോ മടക്കി വെക്കാൻ. തിരുമ്പാനും ചിക്കാനൊന്നും ഇത്ര പണിയുണ്ടല്ലോ മക്കളെ. അത് അതിലുമ്പോൾ ഇങ്ങോട്ട് എടുത്തേണ്ട വെച്ച് കൂട്ടിട്ടു അല്ല മടക്കി വെക്കാനുള്ള പണി വല്ലാത്ത പണി തന്നെ. മടക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് എടുത്ത് കട്ടുമേക്ക് വലിച്ചിട്ട് നോക്കുന്നില്ലേ. അതിൻ്റെ അടിയിൽ നിന്ന് മുട്ടായി ഇട്ടിട്ട് ബബിൾ കാണു കിട്ടി. മക്കൾസാണെങ്കിൽ ഉറങ്ങുകയാണോ ഒരു നീച്ചിയില്ല. അല്ലെങ്കിൽ ഇവർക്ക് രണ്ടാക്കൂടി ഒന്ന് കൊടുത്തിക്കണേ കച്ചറായിക്കില്ല. രണ്ടാക്കും രണ്ടെണ്ണം തന്നെ വേണ്ടേ. അതായത് ഞാൻ തിന്നും കൊണ്ട് ഇങ്ങനെ മടക്കി വെക്കാട്ടോ. ഒരാക്കം കിട്ടുകയും ബബിൾക്ക് വാങ്ങിക്കൊണ്ട് വേഗം മധുരമായിട്ട് പോയാലും പിന്നെയും തൊള്ളയിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കാമല്ലോ. നമ്മൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിനെ കൊണ്ട് നമ്മൾ കുറേ പുതിയ ഫാമിലിനൊക്കെ കിട്ടൂലേ. അതിൽപ്പെട്ട 2-3 ഫാമിലികൾ നമ്മളൊരു കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ. മലപ്പുറത്തുള്ള ആൾക്കാരാണ് 3 ആളും. അതിലൊരാൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒമാനിലുണ്ട്, ഫലജിൽ എന്ന സ്ഥലത്ത്. നമുക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഓല് എല്ലാ വീഡിയോയും കണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ മെസ്സേജ് അയച്ച് ഇങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ നാട്ടിലുള്ളവരും മെസ്സേജ് അയച്ച വിവരങ്ങൾ അട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വിവരങ്ങൾ ഞാനും അറിഞ്ഞിൻ്റെ വിവരങ്ങൾ ഓലും അറിഞ്ഞ് അതൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എപ്പോഴും പറയുന്നുണ്ട്. സിനാഷ്കർ എന്ന ആളുണ്ട് കേട്ടോ. എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആളാണ്. ഓൽക്ക് ഞാൻ അങ്ങോട്ട് ഫോട്ടോ വിട്ടെടുത്ത് ഓൽക്കും ഫോട്ടോ വിട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയൊക്കെ ചെയ്ത് നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഫോട്ടോത്തിൽ കൂടി തന്നെ കാണാമല്ലോ. പിന്നെ ഞാൻ ഉച്ചക്കത്തെ വീഡിയോ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. രാത്രി ഞങ്ങൾ പുറത്ത് പോയപ്പോഴുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ കല്യാണപ്പന്തലും പുര ചമയിച്ചു നോക്കാം. അതൊന്നും കഴിച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രിയും മാലയും വെളുപ്പവും ട്യൂബും ഒക്കെ ആയിട്ട് നല്ല മിന്നി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയാണ്. ഹോട്ടലിൽ കയറി ഇങ്ങനെ നമ്മൾ ചോറിനൊക്കെ ഓർഡർ ചെയ്തിട്ടോ. മന്തിക്കാണ് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും മന്തിയാണ് ഇഷ്ടം എന്നാണ്. ഇങ്ങനെ മന്തിക്ക് ഓർഡർ ചെയ്ത് പിന്നെ ഒരു കുണ്ടത്തം നോക്കുന്നേരം മന്തി അല്ല കേട്ടോ, സുർബിയാനാണ്. പിന്നെ വേറെ എന്തോ റൈസിൻ്റെ പേരും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ മക്കളേക്ക് മേശയും കസാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിലത്ത് ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണം. ഓരോ ഫാമിലിക്ക് ഓരോ റൂം നല്ല നിലക്ക് കുറേ റൂമുണ്ട്. ചെറിയ റൂം അതിലൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല. ദിവസം പ്രായവും കാര്യമൊക്കെ ഉള്ളവർക്ക് കാലിനെ മുട്ടിന് തേയ്മാനമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ ഒരു ചോറൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് മന്തി അല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്ട് അതല്ല തിന്നിട്ടോ. 2 തരം ചോറുണ്ട്. റിഫുമോന് മഞ്ഞ കളർ ഉണ്ട്, ടൈറ്റാ മതി തന്നെ വേഗം അങ്ങോട്ട് നീക്കി വെക്കുക കേട്ടോ. ഇവർക്ക് കളറിനോടാണല്ലോ മക്കൾക്ക് താല്പര്യം ഉണ്ടാകുക. ഇങ്ങനെ മന്തിക്കും വേണ്ടി കാത്തു കുത്തിന് ഞങ്ങൾക്ക് സുർബിയാൻ ചോർമല അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളി ചോറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു ചോറിന്. ഇനി എപ്പോഴോ വെച്ച ചോറാക്കിയോട്ടോ ഓവനിൽ വെച്ചോളൂ നല്ലോണം ചൂടാക്കി കൊണ്ടു തന്നിക്കുന്നത്. ആ ചോറൊക്കെ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് പോരുന്ന വഴിക്ക് പിന്നെ ആ കല്യാണപ്പുറം ഞാൻ ഇങ്ങനെ കണ്ടപ്പം വീഡിയോ എടുക്കുകയാണ്. ഒരു എന്തിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചേക്കാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. അതിനൊക്കെ മറുപടി ആയിട്ട് മോനും മുത്തും എന്തോ പറയുന്നുണ്ട് കേട്ടോ. നാട്ടിൽ കൊണ്ടാണ് ഇതേടുന്ന നെസ്റ്റോന്ന് ലുലുന്നോ നെസ്റ്റോ അതെത്താ കയ്യിലുള്ളത് പയം റിഫുമോൻ തട്ടിയ മുട്ടായോ പയം നല്ലതാവല്ലേ. ഇതിന് മൂടിയില്ല വാങ്ങിക്കൂടെ നോക്കാനോ കടയിൽ അത്യാവശ്യം നോൺ സ്റ്റിക്ക് ആണെന്നാലും വലിപ്പമുണ്ട്. അങ്ങനെ നമ്മളൊക്കെ വന്ന് കിട്ടോ. വരുമ്പോൾ ഇതൊക്കെ നോൺ സ്റ്റിക്ക് നല്ല തവ കൊണ്ടുവന്നത് മൂടില്ലാത്ത തവ കേട്ടോ. മൂടിയിലാണ് നല്ല ഉപകാരം ഉണ്ടാകുക. പിന്നെ മൂടി നമുക്ക് എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതിയല്ലോ. മീൻ കറി വെക്കാനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും അൽഹംദുലില്ലാ സന്തോഷം ഇങ്ങനെ കൊണ്ടു തന്നേരും കേട്ടോ. മൂടില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇനി മീൻ കറി വെച്ചില്ലെങ്കിൽ ബാക്കിയുള്ള എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് അറിയാം. നോൺ സ്റ്റിക്കിൻ്റെ തവ കൊണ്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. പിന്നെ ഈ മാക്സിയോ കണ്ടില്ലേ നല്ല രസമല്ലേ മാക്സി കാണാൻ. ഇതൊക്കെ ചിലതൊക്കെ ഹാഫ് കൈ ആണ് കേട്ടോ. ഹാഫ് കൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ തൊക്കൊക്കെ കാണും. ഐറ്റാ മാക്സിയാണ്. പിന്നെ ഫുൾ കൈയൊക്കെ ഉണ്ട്. ഈ മുന്നിൽ കൂടി ഈ ലേസ് ഉണ്ടാവട്ടെ. എല്ലാ മാക്സിക്കും ഉണ്ടാവും ലേസ്. അതാണ് എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ടിരിക്കുക. ജസ്റ്റോ കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി. നമ്മൾ പെണ്ണുങ്ങളല്ലേ നമ്മൾ ഡ്രസ്സിൻ്റെ അടുത്ത് അടുക്കള സാധനത്തിൻ്റെ അടുത്ത് കാണാൻ വണ്ടി എത്തിപ്പെടുക. അതാണെങ്കിൽ എത്ര വാങ്ങിയാലും എത്ര കണ്ടാൽ നമുക്കിട്ട് മതിയാകുകയില്ല. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞോളൂ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞോളൂ. അത് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുകയും ചെയ്യാമല്ലോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തിട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.